IFPHന്റെ 1357 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ സൂം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് IFPHലേക്ക് ഒരു പുതിയ ഡോക്ടറെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടറെ ആദ്യമായിട്ട് തന്നെ IFPHലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ AP അബ്ദുള്ളക്കുട്ടി, BHMS, MSc സൈക്കോളജി. മലപ്പുറം കീഴ്ശ്ശേരി എന്ന സ്ഥലത്ത് ഹോമിയോപ്പതിക് സ്പെഷ്യാലിറ്റി ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്ററിന്റെ ചീഫ് കൺസൾട്ടന്റ് ആണ്. കൂടാതെ നാഷണൽ ട്രെയിനർ, JCI കോർപ്പറേറ്റ് ട്രെയിനർ, റീജിയണൽ ട്രെയിനിങ് ഡയറക്ടർ BNA മലപ്പുറം എന്നീ നിലയിലും സേവനം അനുഷ്ഠിക്കുന്നു. 22 വർഷത്തെ ചികിത്സാ പരിചയമുള്ള ഡോക്ടർ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹോമിയോപ്പതി എന്ന വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് AP അബ്ദുള്ളക്കുട്ടി ഡോക്ടറെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. Thank you, Dr. Mariamman, for the nice introduction. എനിക്ക് വിശ്വാസമുണ്ട് എന്റെ ശബ്ദം കറക്റ്റ് കേൾക്കുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇങ്ങനെ ഒരു അവസരം വന്നതിൽ സർവശക്തനായ ദൈവത്തിനോട്, പിന്നെ അതേമാതിരി നമ്മുടെ എല്ലാവരുടെയും മാസ്റ്ററായ സാമുൽ ഹനിമാൻ സാറിനോട്, അതേമാതിരി എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുനാഥന്മാർ, ഹോമിയോപ്പതി പഠിപ്പിച്ച കോഴിക്കോട് ഹോമിയോ കോളേജിൽ ഞാൻ പഠിച്ചത്, അവിടുത്തെ എന്റെ ഗുരുനാഥന്മാർ എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷനിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമല്ല. ബിക്കോസ് ഐ എം എ സർട്ടിഫൈഡ് നാഷണൽ ട്രെയിനർ. നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് മോഡിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ചാറ്റ് ബോക്സ് എല്ലാവരുടെയും എനേബിൾഡ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നല്ല പിന്നെ ശ്രോതാക്കളാണ് നിങ്ങളൊക്കെ. കുറെ നേരമായിട്ട് ഞാനും കേൾക്കുമായിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ട് അറിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ക്യാം ഓൺ ചെയ്ത് പ്രോഗ്രാം കേൾക്കുന്ന ഡോക്ടേഴ്സിനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഞാൻ പിന്നെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ക്യാം ഓൺ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ലേണിംഗ് ഒക്കെ കൂടുക. വിൽ ഹാവ് മോർ ലേണിംഗ് എന്നുള്ളതാണ്. പിന്നെ കൈയൊക്കെ ഒന്ന് മലർത്തി വെച്ചൊന്ന് സ്വതന്ത്രമായിട്ടിരുന്നാൽ എല്ലാവർക്കും കൂടുതൽ പഠിക്കാനും പറ്റും. അതിന്റെ രഹസ്യമൊക്കെ ഞാൻ വഴിയെ പറയാം. എനിവേ, ഞാൻ ഈ വിഷയം സാധാരണ എടുക്കാറൊരു വൺ ഡേ പ്രോഗ്രാമായിട്ട് എടുക്കുന്ന ഒരു വിഷയമാണ്. അതിപ്പോ അരമണിക്കൂർ കൊണ്ട് ചുരുക്കിയിട്ട് എന്തൊക്കെയാണ് പറയാ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. എനിവേ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു മേക്ക് ഇറ്റ് ആസ് എ റീൽ. ഓക്കെ, അപ്പോ ഈ ഒരു വിഷയം കേട്ടപ്പോ ബന്ധങ്ങളിലെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഹോമിയോപ്പതി എന്ന് കേട്ടപ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷ. എന്തൊക്കെയായിരിക്കും നമ്മൾ പറയാ, എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് ഒന്ന് ടൈപ്പ് ചെയ്താൽ വളരെ സന്തോഷം. മൈക്കെടുത്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, ആകെ പ്രശ്നമായെന്ന് വരും. അതുകൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ സന്തോഷം. ഞാൻ പറഞ്ഞു, നമ്മൾ പരസ്പരം സംസാരിച്ചാലേ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. എനിക്ക് റേഡിയോ സ്പീച്ച് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പൊ ടൈപ്പിംഗ് ഒക്കെ ഒന്ന് വരട്ടെ. എന്താണ് പ്രതീക്ഷിക്കുന്നത്, വാട്ട് യു എക്സ്പെക്ട്. നമ്മൾ കല്യാണത്തിന് മുമ്പ് സദ്യ പ്രതീക്ഷിക്കുമല്ലോ ചില ആൾക്കാരൊക്കെ. വേറെ ചില ആൾക്കാരൊക്കെ എല്ലാവരും കാണുന്നതിനെ കുറിച്ച് പ്രതീക്ഷിക്കും. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം പ്രതീക്ഷിക്കും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ പ്രതീക്ഷിക്കും. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആരും ഒന്നും ചാറ്റ് ഒന്നും ചെയ്തിട്ടില്ല. വരൂ, ചാറ്റ് വരട്ടെ, എന്നാലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു ചാറ്റെങ്കിലും വരാതെ ഞാൻ ഒന്നും സംസാരിക്കില്ല. ദാറ്റ് ഇസ് മൈ പോളിസി. ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്താൽ പിന്നെ ചാറ്റ് ഒന്നും കാണൂല. അതാണൊരു പ്രശ്നം. പിന്നെ തിരിച്ചു വരേണ്ടി വരും. ഓക്കെ, ആരും പിന്നെ ചിലപ്പോ ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് ചാറ്റ് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും ഒക്കെ ചിലപ്പോൾ പ്രയാസമുണ്ടാവും. എനിവേ, പിന്നെ എന്തായാലും കുഴപ്പമില്ല. ഇത്രയും ആൾക്കാരുകൾ വന്നല്ലോ, വളരെ സന്തോഷം. വന്ന ആൾക്കാരുടെ പ്രതീക്ഷകൾ നിറവേറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ സംസാരിക്കുന്നത് പ്രതീക്ഷകൾക്കനുസരിച്ചാണ്. പ്രോബ്ലംസ് ഓഫ് ടീനേജേഴ്സ് വിത്ത് ഫാമിലി. ഓ ഗ്രേറ്റ്, ഗ്രേറ്റ്. പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഓ ഗ്രേറ്റ്, ഗ്രേറ്റ്. എക്സ്പെക്ടേഷൻസ്, ഗുഡ്.
ഓക്കെ, ദാറ്റ്സ് ഗുഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് നൈസ് എക്സ്പെക്ടേഷൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും മുന്നോട്ട് പോവുക. ഓക്കെ, ഞാൻ കോ ഹോസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഹോസ്റ്റ് ആണല്ലോ അല്ലേ? അതെ അതെ, ഓക്കെ. Believe that is perfect. Slide is perfect. Okay. എന്റെ ആദ്യത്തെ സ്ലൈഡ് ഞാൻ RL എന്നും കൊടുത്തിട്ടുണ്ട്, താഴെ ഫാമിലി എന്നും കൊടുത്തിട്ടുണ്ട്. RL ആൻഡ് ഫാമിലി രണ്ട് കാര്യങ്ങളാണ് കൊടുത്തത്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഒന്ന് ആരെങ്കിലും ഒന്ന് മൈക്കെടുത്ത് ഒരാളൊന്ന് മൈക്കെടുത്ത് സംസാരിച്ച വളരെ ജസ്റ്റ് വേണം ഒരാൾ. RL ഫാമിലി, RL മോള് കൊടുത്തു, ഫാമിലിയും തായും കൊടുത്തു. ഇതൊരു റിലേഷൻഷിപ്പിന്റെ ക്ലാസ് ആണല്ലോ. അപ്പൊ എന്തായിരിക്കും ഈ RL? എനി ഐഡിയ? ഫാമിലി റിലേഷൻഷിപ്പ് ആണ്. ഫാമിലി റിലേഷൻഷിപ്പ്. ഓക്കെ. RL മീൻസ് റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു സാക്ഷരത. മലയാളത്തിൽ പറഞ്ഞു നമ്മൾ പല സാക്ഷരതയും കേട്ടിട്ടുണ്ട്. ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ലിറ്ററസി ഉണ്ട്. നമുക്ക് സാധാ എല്ലാവർക്കും അറിയാവുന്ന മലയാളം സാക്ഷരത ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക സാക്ഷരതയാണ്, റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്ന. ഒരു പക്ഷേ നമ്മൾ കുറച്ച് പുറകിലായി പോകുന്ന ഒരു ടെർമിനോളജിയാണ് ഈ ഒരു കാര്യം, റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ അറിവ് കൊടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലേക്ക്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്, ഞാൻ ഡോക്ടറായി എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഡോക്ടറായിട്ട് 22 വർഷമായി ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്ന വിഷയം പഠന വൈകല്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്, ലേണിംഗ് ഡിസബിലിറ്റീസ്. അതെന്റെ ഇപ്പോഴും എന്താ പറയാ, ഒരു ഷുവർ ഷോട്ട് ഏരിയ. അങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷമകരമായ കാര്യം, കുട്ടികൾ പഠന വൈകല്യത്തിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. സത്യത്തിൽ അവരുടെ ഫാമിലി കണ്ടീഷൻസും പാരന്റ്സിന്റെ, പ്രത്യേകിച്ച് അമ്മയുടെ ഭക്ഷണത്തിന്റെ പോരായ്മയും അമ്മയുടെ മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പല മൾട്ടി ഫാക്ടോറിയലാണ്. ചിലപ്പോൾ ഡെലിവറി കോംപ്ലിക്കേഷൻസ് ആവാം. ഏതായാലും കുട്ടി നിരപരാധിയാണ്. റിലേഷൻഷിപ്പ് ആണ്, ദ ക്വാളിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കുട്ടിയുടെ പഠനത്തിൽ പ്രശ്നമായി വരുന്നത് എന്ന് എനിക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെ ചികിത്സിക്കുന്നു? ഞാൻ വെറുതെ ഹോമിയോപ്പതി ബിരുദം കഴിഞ്ഞിട്ട് ചാടിക്കേറി ലേണിംഗ് ഡിസബിലിറ്റി ചികിത്സിക്കുക എന്ന പോളിസിയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അതൊരു ഡിഫറെന്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഞാൻ സൈക്കോളജി പഠിച്ചു, ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു PhD ഡിപ്ലോമയും വായിച്ചു. ആധികാരികമായിട്ട് തന്നെയാണ് ഈ കാര്യം തുടങ്ങിയത്. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മൾ ആധികാരികമായിട്ട് തന്നെ ചെയ്യുക. അതിനകത്ത് മാക്സിമം പഠിക്കാവുന്നത് പഠിച്ചിട്ട് അത് ഹോമിയോപ്പതി കൊണ്ട് ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോ കണ്ടുവരുന്നൊരു ട്രെൻഡ്, എന്തും വീഡിയോ ഒക്കെ പെടും. എന്ത് കാര്യം കിട്ടിയാലും ഇപ്പൊ ഈ പ്രസംഗം കേട്ടിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഹോമിയോപ്പതി കൊണ്ട് പരിഹരിക്കാമെന്ന് ഒരു വീഡിയോ ചിലപ്പോൾ ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അത് ഹോമിയോപ്പതിയെ എന്തൊക്കെ ഒരു വശത്ത് താഴോട്ട് കൊണ്ടുപോവുക ചെയ്യാണ്. വീഡിയോസ് കണ്ടിട്ട് വലിയ എക്സ്പെക്ടേഷനിൽ ആൾക്കാർ വരും. ആ എക്സ്പെക്ടേഷൻ ഒന്നും ചികിത്സ കൊണ്ട് ഫലിക്കൂല. അപ്പോ ലേണിംഗ് ഡിസബിലിറ്റിക്ക് കറക്റ്റ് ഒരു ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാത്രം അതെല്ലാം ലേണിംഗ് ഡിസബിലിറ്റി പരിഹരിക്കാൻ പറ്റുമെന്ന ഒരു വിശ്വാസം എനിക്കില്ല. അതിന്റെ കൂടെ എന്റെ എന്താ പറയാ, ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, കൗൺസിലിംഗ് വേണ്ടി വരും, റെമീഡിയേഷൻ വേണ്ടി വരും, ഭക്ഷണത്തിലെ തിരുത്തൽ വേണ്ടി വരും, ഫാമിലി സപ്പോർട്ട് വേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. ഓക്കെ. പിന്നെ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ പൊട്ടക്കണ്ണൻ മാവിലെറിയുന്ന മാതിരി വാരി എറിയാനും പറ്റും. വളരെ സ്പെസിഫിക് ആയിട്ട് ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട്, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പരിഗണിച്ചുകൊണ്ട്, പാരന്റ്സിന്റെ മാനസിക സമ്മർദ്ദം, ഗർഭകാലത്തെ മാനസികാവസ്ഥ എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റിക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അപ്പോഴൊക്കെ മനസ്സിൽ ഒരു വിങ്ങലായിട്ട് വന്നത് ഈ കുട്ടിയുടെ വീട്ടിലെ റിലേഷൻഷിപ്പ്, ഈ കുട്ടി അനുഭവിച്ച കുഞ്ഞുകാലത്തിലെ പ്രയാസങ്ങൾ, പാരന്റ്സിന്റെ അറിവില്ലായ്മ, സയന്റിഫിക് ആയ അറിവില്ലായ്മ. ചിലപ്പോൾ പാരന്റ്സിന് കല്യാണത്തിന് മുന്നേ പ്രീ മാരിറ്റൽ ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും അത് സയന്റിഫിക് അല്ല. സയന്റിഫിക് ആയ കൃത്യമായ അറിവോടുകൂടി അറിഞ്ഞു ചെയ്യേണ്ട ഒരു പാരന്റിങ് ആയാൽ, അങ്ങനെ പാരന്റ്സിലൊരു ശരിക്ക്
സ്ത്രീ സൈക്കോളജിയും പുരുഷ സൈക്കോളജിയും ഒക്കെ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കല്യാണം. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റീസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ചികിത്സിച്ചാൽ മാത്രം പോരല്ലോ. ലേണിംഗ് ഡിസബിലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചികിത്സിച്ചാൽ മാത്രം പോരാ. ഐ വാണ്ട് ടു പ്രിവെന്റ് ഇറ്റ്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ഗവൺമെന്റിൽ ഒരു പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി ആയിട്ട് ജോലി കിട്ടി. ഞാൻ 10,000-ലധികം ആളുകൾക്ക് പ്രീ മാരിറ്റൽ ഫാക്കൽറ്റി ആയിട്ട് പിന്നെ എന്റെ സർവീസ് കൊടുത്തിട്ടുണ്ട്. അത് പ്രൊഫഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടും കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യത്തെ വർഷത്തിൽ പിന്നെ പ്രീ മാരിറ്റൽ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ പറയുന്ന അവരെ കുറിച്ച് ഞാനൊരു സ്റ്റഡി നടത്തിയപ്പോൾ അവരെ കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നവരാണ്, മിടുക്കന്മാരാണ്. തന്നെയല്ല പലരും എന്താണ് ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം അവരുടെ ലൈഫിൽ ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ ഫ്രണ്ട്സിന്റെ ലൈഫിലെ മാരേജ് ഇഷ്യൂസ് പോലും പരിഹരിച്ചു കൊടുക്കുന്ന പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ട് മാറി എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയൊരു പാഷൻ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചിട്ട് മോർ ദാൻ 400 കല്യാണം കഴിച്ച് പ്രശ്നത്തിലാക്കപ്പെട്ട ആൾക്കാരെ ഞാൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടിട്ടുണ്ട്. അവിടെയും ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുണ്ട് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ തമ്മിലുള്ള കോർ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കും. പിന്നെ കൗൺസിലിംഗും ഇതെല്ലാം പഠിച്ചതും ഇതെല്ലാം കൂടി പിന്നെ എന്താ പറയാ ഒരു മൾട്ടി അപ്രോച്ച് TA ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി SFBT പഠിച്ചിട്ടുണ്ട്. സൈക്കോളജിയിൽ PG ഉണ്ട്. ഇപ്പോ പ്രാണി ഹീലിംഗ് പിന്നെ കുറെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കുറെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര കണ്ട് മുന്നോട്ട് പോകുന്നോ, നമ്മൾ എത്ര കണ്ട് പിന്നെ കാര്യങ്ങൾ പഠിക്കുന്നോ അത്രയ്ക്ക് ഷാർപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അതിന്റെ ഒക്കെ കൂട്ടത്തിൽ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് ഇതൊരു പിന്നെ കിളിയുടെ കൂടാണ്. എന്റെ വീട്ടിനടുത്ത് ഒരു കിളി കൂട് വെച്ചു. ഞാൻ അതിനെങ്ങനെ ഒബ്സർവ് ചെയ്യാം. 2 കപ്പിൾസ് ആണ്. വളരെ സന്തോഷത്തോടു കൂടി കിളി വന്നു, കൂട് വെച്ചു, മുട്ടയിട്ടു, കുഞ്ഞ് വിരിഞ്ഞു. കുഞ്ഞ് വിരിഞ്ഞിട്ട് കുഞ്ഞ് കുറച്ച് വലുതാവുന്നേരം ഞാനിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാനും എന്റെ വൈഫൊക്കെ എന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. മറ്റാർക്കും കാണിച്ചു കൊടുത്തില്ല, കുട്ടികൾ ഈ കൂട് തകർക്കണ്ടെന്ന് കരുതിയിട്ട്. പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത് ഈ കുഞ്ഞ് പറന്നുപോയി. 2 കുട്ടികളുണ്ടായി, പറന്നുപോയി എന്ന് മാത്രമല്ല ഈ കൂടങ്ങോട്ട് പൊളിക്കുകയും ചെയ്തു. കൂടങ്ങോട്ട് പൊളിക്കുകയും ചെയ്തു. അപ്പൊ ഇവരുടെ പാരന്റിങ്ങും ഫാമിലി ലൈഫും റിലേഷൻഷിപ്പും ഒക്കെ എന്താണ് സത്യത്തിൽ ഓൺലി ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്, ഓൺലി ഫോർ എ ബയോളജിക്കൽ പീരീഡ് ഓഫ് ടൈം അല്ലേ? അപ്പോ എനിക്ക് വേണ്ടത് ഈ വിഷയത്തിൽ ഞാനിപ്പോ എന്റെ സ്ലൈഡ് ഷെയർ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. എന്താണ് നമ്മുടെ ഫാമിലി ലൈഫും ഈ പക്ഷികളുടെ ഫാമിലി ലൈഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ടൈപ്പോ എന്തെങ്കിലും ഒന്ന് വന്നാലേ എനിക്ക് അടുത്ത ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ദാറ്റ്സ് മൈ പോളിസി, ദാറ്റ്സ് മൈ ഹാബിറ്റ്. ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് മൈക്ക് എടുത്ത് പറയുക ഒക്കെ ചെയ്യാം. എന്ത് പഠിച്ചു? ഈ രണ്ടും തമ്മിലുള്ള കാര്യത്തിന് എന്ത് പഠിച്ചു? വാട്ട്സ് എ ലേണിംഗ് പോയിന്റ്? മൈക്ക് എടുത്ത് പറയുന്നതിനും പ്രശ്നമൊന്നുമില്ല. മോസ്റ്റ് വെൽക്കം. ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തകൾ കൊണ്ട് കൂടെ നിൽക്കണം, നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പിന്നെന്താ പറയാ വളരെ സൈലന്റ് ആയി ഒന്നും പിന്നെ അറിയാതിരുന്നാലൊന്നും പോരാ, നിങ്ങളെ ചിന്തകൾ എന്റെ കൂടെ വേണം. ചിലപ്പോൾ ക്യാമറ ഓൺ ആക്കാനൊക്കെ പ്രയാസമുണ്ടോ, പക്ഷെ ഐ വാണ്ട് എവ്രിബഡി വിത്ത് മീ സൈക്കോളജിക്കലി. അപ്പൊ എന്താണ് ഈ കൂടൊക്കെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്താണ് നിങ്ങൾക്ക് എന്താണ് അതിനകത്തുനിന്ന് പറയാൻ വേണ്ടി പറ്റിയത്? ഓക്കെ, മോർ ഡിപ്പെൻഡിങ്. ഓക്കെ, മനുഷ്യന്മാരുടെ കേസിൽ മോർ ഡിപ്പെൻഡൻസ് ഉണ്ട് അല്ലേ? നമുക്ക് നമ്മളെ പാരന്റ്സിനെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമുക്കങ്ങനെ മറക്കാൻ സാധിക്കില്ല. സത്യത്തില് പിന്നെ പക്ഷിയുടെ കൂട്ടത്തില് ഈ കുട്ടിപ്പക്ഷി ഒരു പക്ഷേ നാളെ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ നാളെ പിന്നെ സ്വന്തം അമ്മയുടെ കാമുകനായി മാറാം. ദർ ഇസ് നോ ഐഡന്റിറ്റി. അല്ലെ? ഐഡന്റിറ്റി ഒന്നും അവിടെ ഇല്ല. അവരുടെ പാരന്റിങ് എന്ന് പറയുന്നത്, അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എ പെർട്ടിക്കുലർ ബയോളജിക്കൽ പീരീഡ്. അത് കഴിഞ്ഞ് അവസാനിച്ചു. അത് കഴിഞ്ഞാൽ അത് തീർന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ടൈപ്പിങ്ങും പിന്നെ കാര്യങ്ങളൊക്കെ വന്നാലേ ക്ലാസ്സിന് ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയം തന്നെ ഒരു
a permanent relationship. That's great. That's great. That's great. Tensi Sebastian, man, that's really great. Permanent relationship. നമുക്ക് ആ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ, നമുക്ക് ബന്ധങ്ങൾ ഐഡന്റിറ്റിയാണ്. അതില്ലെങ്കിൽ നമ്മുടെ കഥ എന്താണ്? അച്ഛനെ അമ്മയെ അറിഞ്ഞുകൂടെയെങ്കിൽ, മക്കളെ അറിഞ്ഞുകൂടെങ്കിൽ, ബന്ധങ്ങളില്ലെങ്കിൽ മനുഷ്യന്റെ കഥയില്ല. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബന്ധങ്ങൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ബന്ധങ്ങളെയാണ് ഇന്നത്തെ പല പേരുകളിൽ പല ആൾക്കാരും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല പേരുകളിൽ ആ ബന്ധത്തിന്റെ അടിവേരെടുത്തുകൊണ്ടിരിക്കും. ഒരു പ്രീമാരിറ്റൽ എഡ്യൂക്കേറ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മനുഷ്യന്മാരുടെ വില മനസ്സിലാക്കി നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ നമ്മൾ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയാണ്. ഗേ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയാണ്. എനിക്ക് 24 മണിക്കൂറും 7 ദിവസവും സെക്സ് ആസ്വദിക്കണം, പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റിന് വയ്യ എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ ഒരു തീവ്രവാദ സമീപനമാണെന്നാണ് ഡോക്ടർ അബ്ദുൽ പറയുന്നത്. ദാറ്റ് ഇസ് നോട്ട് ഹ്യൂമൻ. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യഥാർത്ഥ നല്ല മികച്ച ഹ്യൂമാനിറ്റി, ഹ്യൂമൻ കൾച്ചറിൽ നിന്നാണ്. പക്ഷെ മനുഷ്യന്റെ സെക്സ് എന്ന് പറയുന്നതിന്റെ പർപ്പസ് വെറും സുഖാസ്വാദനമല്ല. ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. പ്രോസിലേഷൻ, ഡെലിവറി എല്ലാം വേണം അതിനകത്ത്, ഗർഭധാരണവും എല്ലാം ചേർന്നതാണ്. അപ്പൊ ആ ബന്ധങ്ങളൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നതും. ഒരു ആടുകുട്ടിയെ പ്രസവിച്ചിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ ആടുകുട്ടി ഓടി നടക്കും, മനുഷ്യൻ ഓടൂല. ഇതെന്തിനാന്നറിയോ? ഇതെന്തിനാണ് ഇങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്? വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ലത്. പെർട്ടിക്കുലർ പർപ്പസ് അവിടെ ഉണ്ട്. നമ്മളെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ കാലഘട്ടം. നമുക്ക് ബ്രെയിൻ ഫാസ്റ്റ് ആയിട്ട് വളരെ സ്പീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് നല്ല സ്നേഹം കിട്ടണം, നല്ല കെയർ കിട്ടണം. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അത്ര ഡീപ്പറായിട്ട് സ്നേഹം കിട്ടുമ്പോൾ അത്ര ബുദ്ധിയുള്ള കുട്ടികളായി മാറും. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും സങ്കടം വരാറുണ്ട്. സ്നേഹം കിട്ടാതെ പോകുന്ന കുട്ടികൾ, അംഗീകാരം കിട്ടാതെ പോകുന്ന കുട്ടികൾ, പരസ്പരം മത്സരിക്കുന്ന, ഈഗോ കൊണ്ട് മത്സരിക്കുന്ന, ഈവൻ ഡോക്ടേഴ്സ് കപ്പിൾസിന്റെ കുട്ടികൾ പോലും ഉണ്ടങ്ങനെ. വലിയ വലിയ വിദ്യാഭ്യാസവും വലിയ വലിയ ബിരുദമുള്ളവർ, ഇമോഷണൽ ലിറ്ററസി ഒട്ടും ഇല്ലാത്ത, തലകുത്തി നിൽക്കുന്ന കാലം. അതേസമയത്തോ വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്നവർ, ഈ വിദ്യാഭ്യാസമുള്ളവരെ നാണിപ്പിച്ചിട്ട് നല്ല രീതിയിൽ കുടുംബം പുലർത്തിയിട്ട് അന്തസ്സായിട്ട് ഉള്ളത് കൊണ്ടും തൃപ്തിപ്പെട്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു പാരഡോക്സ് ആണ്. ഇതൊരു പാരഡോക്സ് ആണ്. അപ്പൊ കുട്ടിയുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അമ്മയുടെ സന്തോഷത്തിനനുസരിച്ചാണ്. ഡീപ്പർ ദ ഹാപ്പിനെസ്, ബ്രൈറ്റർ ദ ചൈൽഡ്. ഇത്ര സന്തോഷവതിയാണ്. ഗർഭാവസ്ഥയിൽ നല്ല സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബം ശ്രമിക്കുമ്പോൾ, പോഷകാഹാരം കഴിക്കുമ്പോൾ, റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുമ്പോൾ കുട്ടികൾ നന്നാവുന്നു. കേരളത്തിൽ ഇപ്പോ 15-20% ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. നമ്മളെ കേരളപ്പത് പിന്നെ ഡിവോഴ്സിന്റെ ക്യാപിറ്റലായി മാറുകയാണ്. ഇത് പുരോഗതിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി കൂടുന്നതും ഡിവോഴ്സ് കൂടുന്നതും 1 മണിക്കൂറിൽ 5 ഡിവോഴ്സാണ്. 1 മണിക്കൂറിൽ 5 ഡിവോഴ്സാണ്. അങ്ങനെ ഡിവോഴ്സ് ആവുന്നവരോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ കല്യാണത്തിനെ കുറിച്ച്, ജീവിതത്തിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ? എസ്പെഷ്യലി ആണുങ്ങൾക്ക്, ആൺകുട്ടികൾക്ക് വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ ചോദിക്കേണ്ടത്. അതില്ലെങ്കിൽ അത് കൊടുക്കാതെ അവനെ കല്യാണം കഴിപ്പിച്ച ആൾക്കാരൊക്കെ ഈ ഒരു കാര്യത്തിന് ഉത്തരവാദികളാണ്. ഡ്രൈവിങ്ങിന് ലൈസൻസ് വേണം, കച്ചവടം തുടങ്ങാൻ ലൈസൻസ് വേണം, ഹോമിയോപ്പതി ക്ലിനിക്കിന് ഡോക്ടർ ആവാൻ എഡ്യൂക്കേഷൻ വേണം. ജീവിതം തുടങ്ങുക എന്ന് പറയുന്ന മഹത്തായ കാര്യത്തിന് അബദ്ധങ്ങൾ മാത്രം, അല്ലെങ്കിൽ ആക്സിഡന്റലി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്ന വിചിത്രമായ ഒരു യാഥാർത്ഥ്യത്തിലാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. എന്റെ ശബ്ദം ശരിക്കും കേൾക്കുന്നവരൊക്കെ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ജോലി നിങ്ങളും ചെയ്യണം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് 22 മിനിറ്റായി. ഞാനൊരു 18 മിനിറ്റ് കൂടി മാത്രമേ സംസാരിക്കുള്ളൂ. അതിന് ശേഷം സംശയങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം നിർത്തും. ദാറ്റ്സ് മൈ പോളിസി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് റെസ്പോൺസ്. ഹലോ, പിന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് ഇന്നാക്റ്റീവ് ആയിട്ട് ഇരുന്നാൽ തീർച്ചയായും
ദാറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് ക്ലാസ്. ഞാൻ ഒരുപാട് ക്ലാസ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ എടുക്കാറുണ്ട്, ഒരുപാട് കൗൺസിലിംഗ് എടുക്കാറുണ്ട്. ടു ബി ഹോണസ്റ്റ്, 3500-600-ലധികം പ്രണയം കൗൺസിലിങ്ങിലൂടെയും ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ടും എനിക്ക് മുറിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹയർ സെക്കൻഡറി കുട്ടികൾക്കിടയിൽ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് സമൂഹത്തിൽ എന്താ പറയാ, റിലേഷൻഷിപ്പ് ലിറ്ററസി ഉണ്ടാക്കണം എന്ന കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് പിന്നെ എന്താ പറയാ, ഈ ക്ലാസ് സജീവമായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ പൊതുവെ എൻ്റെ ഒരു ശീലം വെച്ചിട്ട് ഫ്രീ ക്ലാസ്സുകളൊന്നും വല്ലാണ്ട് എടുക്കാറില്ല. ഇതൊരു ഹോമിയോപ്പതി കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും, നിങ്ങൾക്കറിയാലോ, ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ്. JCI ഇന്റർനാഷണൽ ട്രെയിനിങ് കഴിഞ്ഞു, JCI ഓതം കഴിഞ്ഞു, കോർപ്പറേറ്റ് ട്രെയിനിങ്സ് ഒക്കെയാണ് ചെയ്യാറ്. ഒന്നും ഫ്രീ പ്രോഗ്രാംസ് ഒന്നല്ല. ഇവിടെ ഹോമിയോപ്പതി ആയതുകൊണ്ട് here with you. So be very, very active in the class. Okay, thank you so much for that great yes. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാവുന്നു. അപ്പോ റിലേഷൻഷിപ്പ് ലിറ്ററസി എന്ന് പറയുന്ന ഈ ഒരു കാര്യം, യെസ്, കിളികളെ തകർക്കുന്ന മാതിരി കൂട് തകർത്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ല. നമ്മളെ ഈ കൂട് കുറെ കാലം നമുക്ക് വേണ്ടതാണ്. നമ്മള് പിന്നെ എന്താ പറയാ, സസ്റ്റൈനബിൾ ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളുണ്ട്. ഈ കൂട് തകർത്ത് പോയ 2 ആൾക്കാരാണ്, ആ കപ്പിൾസിനാണ് എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ വീടിന്റെ ജനലിൽ കൂടെ അവരുടെ ഫോട്ടോ എടുത്തതാണ്. അത് അത്ര ക്ലിയർ ഫോട്ടോസ് ഒന്നും കിട്ടൂല. ഒരു കൂട് തകർത്ത് അങ്ങോട്ട് പോയതാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ റിലേഷൻഷിപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മാരേജിലാണല്ലോ. മാരേജ് എന്താണ്? M is made for each other. Made for each other. A is attract each other. R is responsible each other. Next R is respect each other. Next I is involve each other. Next A is active each other. Next G is generous each other. The next E is empowering each other. ഞാൻ കുറച്ച് സ്പീഡ് പോകും, റെക്കോർഡിംഗ് കേട്ടാൽ കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. ഇതാണ് വിവാഹം എന്റെ കാഴ്ചപ്പാട്. അപ്പോ ഈ ഒരു കാര്യത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കല്യാണത്തിന് മുന്നേ എഡ്യൂക്കേഷനോ, ഈ കൂട്ടത്തിൽ കല്യാണം നടത്തി ഒരുപാട് മക്കളെ കല്യാണം കഴിച്ചു വിട്ട ഒരുപാട് പാരന്റ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പാരന്റ്സ് കല്യാണം ആഘോഷമാക്കി കഴിച്ചിട്ടുണ്ടാവും, മനോഹരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ലക്ഷങ്ങൾ പിടിപിടിച്ചിട്ടുണ്ടാവും. എൻ്റെ മകനെ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിച്ചിട്ട് വിട്ടിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റും. പാരന്റ്സ് അപൂർവമായിരിക്കും. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല, ലോകതലത്തിൽ തന്നെ അത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ മാരേജ്, ഈ അർത്ഥം വെക്കുന്ന കറക്റ്റ് മാരേജ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ, അട്രാക്ട് ഈച്ച് അതർ, റെസ്പോൺസിബിൾ ഈച്ച് അതർ, ഇൻവോൾവ് ഈച്ച് അതർ, ആക്റ്റീവ്, ജനറസ് ആൻഡ് എംപവറിംഗ്. ദിസ് ഇസ് മാരേജ് എന്ന് പറയുന്ന ഒരു അക്രോണിമം ഉണ്ടാക്കിയ അത് ഗൂഗിളൊന്നും എവിടെയും കിട്ടൂല. എവിടെ തപ്പിയാലും കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ബിക്കോസ് ദിസ് കംസ് ഫ്രം മൈ ഓൺ ബ്രെയിൻ. എന്റെ വിശ്വാസപ്രകാരം ദൈവം തന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പിന്നെ നമ്മൾ ചിന്തിച്ചെടുത്ത ക്ലാസ്സിലേക്കൊക്കെ ഞാൻ 1 മണിക്കൂർ ഇതിനെക്കുറിച്ച് തന്നെ പറയും. പക്ഷെ ഇവിടെ നമുക്ക് പറ്റാത്തതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെ മെയ്ഡ് ഫോർ ഈച്ച് അതർ, എങ്ങനെ അട്രാക്ട് ഈച്ച് അതർ, എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ്, റെസ്പെക്ട്. എങ്ങനെ റെസ്പെക്ട്, ഇങ്ങനെ ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് വൈഫ് സല്യൂട്ട് അടിച്ചാലൊന്നും പോരാ, റെസ്പെക്ട് അല്ല. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസ്പെക്ട് ചെയ്യണം. ഇൻവോൾവ്മെന്റ്, എന്തൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണം, എത്രമാത്രം ആക്റ്റീവ് ആവണം. ജനറസ്, പരസ്പരം ജനറസ് ആയിട്ട് എംപവറിംഗ് നടത്തിയിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ഇതൊക്കെ അറിയാതെ പലരും കല്യാണം കഴിച്ചു പോയിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഇപ്പൊ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി ഹാപ്പിനെസ് പ്രോഗ്രാം. ഇത് ഡേറ്റ് പിന്നെ ഞാൻ വെച്ച ഡേറ്റ് വേറെയാണ്, അത് വേറെ ഡേറ്റിലാണ് നടക്കുന്നത്. ഫാമിലി ഹാപ്പിനെസ് പ്രോഗ്രാമിൽ കല്യാണമൊക്കെ കഴിച്ച് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ഒരു ഏജ് എത്തിയതിനു ശേഷം പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഇടെ ഒരു പ്രോഗ്രാമിന് ശേഷം 25 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസ് പിന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പിന്നെ എന്നെ വീഡിയോ കോൾ ചെയ്ത് ഹസ്ബൻഡും വൈഫും കൂടി ഭയങ്കര ചിരി, ഭയങ്കര നാണൊക്കെ മുഖത്ത് എന്നോട് പറയാ, വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ഹണിമൂൺ ലൈഫ്. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ഹണിമൂൺ ലൈഫ്. അപ്പൊ അറിയാത്തത് കൊണ്ടാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനൊരു ധാരണ നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ്, ഇത് നിങ്ങളുടെ വീടാണ്. ഇത് നിങ്ങളെല്ലാം, നമ്മളൊക്കെ താമസിക്കുന്ന വീടാണെങ്കിൽ ഈ വീടിന് നിങ്ങൾ എന്താണ് പേര് കൊടുക്കുക? ആരെങ്കിലും ഒന്ന് മൈക്കെടുത്ത് പറയാമോ? നമ്മുടെ വീടാണെന്ന് കരുതുക, സപ്പോസ്, എന്ത് കൊടുക്കും പേര്? പേരിട്ടിട്ടില്ല. ദർ ഇസ് നോ നെയിം ഫോർ ദിസ് വൺ.
വാട്ട് നെയിം യു വിൽ ഗിവ്? നിങ്ങളുടെ വീടിന്റെ ക്വാളിറ്റിയും ഇപ്പോഴത്തെ സ്നേഹവും ഒക്കെ ഇതിനകത്ത് വരണം. സ്നേഹവും സന്തോഷവും എല്ലാം ഇതിനകത്ത് വരണം. അങ്ങനെ ഒരു പേരിടാമെങ്കിൽ അതെന്താണ് ആ പേര്? നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ് പോയിന്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ മെല്ലനെ പോകും. ഓക്കെ, ചാറ്റിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ബ്ലെസ്ഡ് ഹോം. ബ്ലെസ്ഡ് ഹോം, ഗ്രേറ്റ്. ഓ ദാറ്റ്സ് ഓസം. ബ്ലെസ്ഡ് ഹോം. ഓക്കെ, യെസ്. ഒരുപാട് അനുഗ്രഹങ്ങളില്ല, ഒരുപാട് ബ്ലെസ്സിങ് ഇല്ല. ഓ ദാറ്റ്സ് ഓസം. വേറെന്തെങ്കിലും പേരുണ്ടോ? വന്നിട്ടുണ്ടോ? ചാറ്റിങ്ങിൽ വന്നിട്ടുണ്ടോ? അതൊക്കെ ആവണം. ഇതിങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമ്മൾ ബ്ലെസ്ഡ് ഹോം ഒക്കെ ആവുള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്, നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന കാര്യം എനിക്കും ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ചേഞ്ച് ആവും. ബ്ലെസ്ഡ് ഹോം. അങ്ങനെ നല്ലൊരു പേര് നമ്മുടെ വീടിന്, നമ്മള് പുറം എഴുതി വെക്കുന്ന പേരിനപ്പുറത്ത് കെയർ സെന്റർ, ലവ് സെന്റർ, അണ്ടർസ്റ്റാൻഡിങ് സെന്റർ, അല്ലെ, കൊളാബറേഷൻ സെന്റർ, എന്തെല്ലാം പേര് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഹെവനായിട്ട് നമ്മുടെ വീടിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഹെവൻ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യുന്ന. There is no adjustment in family life. There is no adjustment. Stop adjusting. പിന്നെന്താ? അണ്ടർസ്റ്റാൻഡ്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രസക്തമാകുന്നതും അവിടെയാണ്. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളെ മനസ്സിലാക്കുക. ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആളെ ശരിക്കും മനസ്സിലാക്കാതെ വൃത്തികെട്ട മറ്റ് കാര്യങ്ങളിലേക്ക്, പരപുരുഷ ബന്ധത്തിലേക്ക്, പരസ്ത്രീ ബന്ധത്തിലേക്കൊക്കെ പോകുന്നത് വലിയ ഒരു സംഗതിയാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. വൃത്തികേടാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? പ്രോസ്പെരിറ്റി കംപ്ലീറ്റ് പോകും. ദാരിദ്ര്യം ഉറപ്പാ അത്തരം ആൾക്കാർക്ക്. ഞാൻ എത്രയോ കേസുകാരെ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്താലും ക്ലിനിക്കൊക്കെ പൂട്ടിപ്പോകും. ഏത് മതവും ജാതിയോ ഏതോ ആയിക്കോട്ടെ, ഈ ഒരു സാധനം വരുന്നതോടുകൂടി സകല ഐശ്വര്യങ്ങളും പോയി. എന്നിട്ട് അതിൽ സന്തോഷം കിട്ടുമോ? ഇല്ല. അങ്ങനത്തെ കേസിലൊക്കെ ഹോമിയോപ്പതി മെഡിസിൻസിന്റെ സക്സസ്ഫുൾ ആയി ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധങ്ങൾക്കൊക്കെ മെഡിസിൻസ് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. നല്ല റിസൾട്ട് ഉണ്ടാവും. എന്റെ കൂടെയൊക്കെ മെഡിസിൻസ് മാത്രമേ ഞാൻ നിർത്തൂല. ദാറ്റ്സ് മൈ പോളിസി. ഐ വിൽ ഗിവ് അതർ തെറാപ്പീസ്, അവേർഷൻ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, CBT ഒക്കെ അതിന്റെ കൂടെ കൊടുക്കാം. പ്രാണിക് ഹീലിംഗ് ഡെഫിനറ്റ്ലി കൊടുക്കും. അപ്പോ ലോകം നന്നാവട്ടെ. നമുക്ക് ചുറ്റുവട്ടത്തിലും സ്നേഹം ഉണ്ടാവട്ടെ, എല്ലായിടത്തും. ആ ഒരു സ്നേഹമാണ് സത്യത്തിലുണ്ടല്ലോ മനുഷ്യ വംശത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം. ഈ സ്നേഹവും മനസ്സിലാക്കലില്ല. അതില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവില്ല. പിന്നെ നമ്മുടെ പേര് പോലും മാറും, സ്വഭാവം മാറും, എല്ലാം മാറി നമ്മൾ വേറെ ഏതോ ഒരു എന്താ പറയാ നികൃഷ്ട ജീവിയായി മാറുമെന്ന്. അതുകൊണ്ട് നമ്മൾ ഹോമിയോപ്പതിക്കാര് പ്രകൃതിയില് ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സ്നേഹത്തിൽ പ്രകൃതി നിയമങ്ങൾ ആസ്പദമാക്കി ചികിത്സിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് സമൂഹത്തിൽ നന്മ വരുത്തുന്നതിന് വേണ്ടി, സ്നേഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒക്കെ കേസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എന്റെ ഹൃദയത്തിൽ നിന്ന് ആ പേഷ്യന്റിന്റെ ഹൃദയത്തിലേക്ക് പോകട്ടെ. അങ്ങനെ ഹൃദയത്തിലേക്ക് പോകുന്ന സമയത്ത് ഹൃദയങ്ങൾ തമ്മിലൊരു അടുപ്പം, നമ്മളെടുത്ത് ഒരു കേസിലേക്ക് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു അനുഭവമായിട്ട് ഇത് മാറണം. നല്ലൊരു അനുഭവമായിട്ട് മാറണമെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടർ മരണം വരെയും പഠിച്ചുകൊണ്ടിരിക്കണം. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. പല പല കാര്യങ്ങളും ചെയ്യണം. വായന മുടക്കാൻ പാടില്ല, വ്യായാമം മുടക്കാൻ പാടില്ല. അങ്ങനെ ചില ക്വാളിറ്റീസ് ഒക്കെ ഒരു ഡോക്ടർ ചെയ്യുമ്പോഴേ സത്യത്തിൽ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടറായി. 2 തരത്തിലുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട്. ബൈ ചാൻസ് ഹോമിയോപ്പതി ഡോക്ടർ, ബൈ ചോയ്സ് ഹോമിയോപ്പതി ഡോക്ടർ. ബൈ ചാൻസ് ആൻഡ് ബൈ ചോയ്സ്. ഞാൻ ബൈ ചാൻസ് ആയിരുന്നു കേട്ടോ. സത്യത്തിൽ ബൈ ചാൻസ് ആയിരുന്നു, പിന്നെ ബൈ ചോയ്സ് ആക്കി മാറ്റിയതാണ്. എൻട്രൻസ് എത്തിയപ്പോൾ അങ്ങനെ വന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വന്നതാണ്. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി, ദിസ് ഇസ് മൈ റൈറ്റ് പ്ലേസ്. ഓക്കെ, ഇനി ആരെങ്കിലുമൊക്കെ ബൈ ചാൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചോയ്സ് ആക്കി മാറ്റുക. നമ്മളെ ദൈവം നിയോഗിച്ചതാണ്, ഒരു നിയോഗമാണ്. അത് നമ്മൾ ചെയ്തേ പറ്റും മാർത്ഥമായിട്ട്. നമ്മുടെ അറിവിനും കഴിവിനും അനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മള് പിന്നെ ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല ന്യൂജന്റെ ഒരു ട്രെൻഡ്
വീഡിയോ വഴി ഒരുപാട് അവകാശവാദങ്ങൾ നമ്മൾ കുടുങ്ങി പോവുക. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ മാറുമെന്ന് ചോദിച്ചു വരും. പലതും ഒരിക്കലും മാറാൻ പറ്റുന്ന സാധനങ്ങൾ കൂടിയാണ് വീഡിയോയിലെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുന്നേ ഒരു 10 കേസെങ്കിലും അത് മാറ്റിയതിന് ശേഷമേ അത്തരം വീഡിയോസ് എടുത്തി അവകാശവാദങ്ങൾ ഉന്നയിക്കാവുള്ളൂ എന്ന് പുതിയ ഡോക്ടർമാരോട് സ്നേഹപൂർവ്വം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് പിന്നെ ആ വീഡിയോ കണ്ട് അവിടെ പോയിട്ട് പിന്നെ മൊത്തം ഹോമിയോപ്പതി കൊണ്ട് ഇതൊന്നും മാറില്ല ധാരണയിലേക്ക്. അങ്ങനെ വന്ന ധാരാളം പേഷ്യൻസ് കണ്ടിട്ടുണ്ട്. ഹോമിയോപ്പതി കൊണ്ടൊന്നും മാറില്ല. പേഷ്യൻസിനെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അകറ്റുകയാണ് ഇത്തരത്തിലുള്ള അബദ്ധ ജടിലമായ വീഡിയോകൾ കൊണ്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ആർക്കെങ്കിലുമൊക്കെ 7 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എന്നോട് ആ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ചോദിക്കുകയും ചെയ്യാം. മോസ്റ്റ് വെൽക്കം. അപ്പൊ നമ്മുടെ വീടിന് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തു. നമ്മുടെ വീട് ഏറ്റവും മികച്ചതായിട്ട് മുന്നോട്ട് പോകണം. അതൊരു അണ്ടർസ്റ്റാൻഡ് ഹെവൻലി പ്ലേസ്, സ്വർഗീയമായ സ്ഥലമായി മാറണം. അണ്ടർസ്റ്റാൻഡിങ് അവിടെ നിർബന്ധമായിട്ട് വേണം. ലവ് ഹോം പ്രണയത്തിന്റെ വീടായിട്ട് മാറും. പിന്നെന്താണ് അണ്ടർസ്റ്റാൻഡിങ് സെന്റർ, ദ ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് സെന്റർ. ഇതൊക്കെ നമ്മൾ കുടുംബം നയിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മൃഗങ്ങളെ മാതിരി ജീവിച്ചാൽ പോരാ. നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി ലൈഫിന് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു കൈസൻ പ്രിൻസിപ്പിൾ വേണം. കൈസൻ ഈസ് ജപ്പാനീസ് വേർഡ് ദാറ്റ് മീൻസ് ഡെയിലി ഇംപ്രൂവ്മെന്റ്. ഡെയിലി ഇംപ്രൂവ്മെന്റ് ഇസ് ദാറ്റ് ഇസ് കൈസൻ. നമ്മുടെ ഫാമിലി ലൈഫ്, ആ റിലേഷൻഷിപ്പ് ഡെയിലി ഇംപ്രൂവ് ചെയ്യണം. പൈസ മാത്രം കൂടിയാൽ പോരാ. പൈസ മാത്രം കൂടിയാൽ പോരാ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹത്തിന്റെ കേന്ദ്രമായി നമ്മുടെ വീടിനെ മാറ്റം. അതിന് നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പിടിവാശി ഈ വിഷയത്തിൽ വേണം. എൻ്റെ മകനെ വിവാഹത്തിനെ കുറിച്ച് എൻ്റെ ഒരു പെൺകുട്ടിയെ മാനേജ് ചെയ്യാൻ കഴിവ് നേടിയതിനു ശേഷമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഈ അടുത്ത് 3 ഡിവോഴ്സ് കഴിഞ്ഞൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവൾ പറയാണ്, ഈ 3 ബന്ധത്തിൽ എൻ്റെ അടുത്ത് ആ തെറ്റ് സാറേ, എന്റെ പക്വത കുറവാ. ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം, 3 എണ്ണം കഴിഞ്ഞു. അപ്പോ ഈ വിഷയത്തിൽ നല്ല ഒരു ഇന്റർഫിയറൻസ് പാരന്റ്സിന്റെ ഭാഗത്താണ്. ആക്ച്വലി ഫാമിലി എന്നാൽ എന്താണ്? ഫാമിലി ഈസ് ഫ്യൂച്ചർ. ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ ആക്ഷൻസ് മെയ്ഡ് ഇന്റിമേറ്റ്ലി, അടുപ്പത്തോടു കൂടി ഉണ്ടാക്കിയ ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്. ലിവ് ഇയേഴ്സ്, വർഷങ്ങളോളം ജീവിക്കാൻ വേണ്ടി അടുപ്പത്തോടു കൂടി ഉണ്ടാക്കിയ. അങ്ങനെ അടുപ്പൊന്ന് കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ റിപ്പയർ ചെയ്യണം. ഇതിന് മാജിക് ബുള്ളറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ കുടുംബത്തില് പിന്നെ നല്ല അടുപ്പുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മാജിക് ബുള്ളറ്റ് ഒന്നുമില്ല. കേസ് എടുക്കുക, സിംറ്റം ടോട്ടാലിറ്റി എടുക്കുക, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. കൗൺസിലിംഗ് പ്ലസ് ഹോമിയോപ്പതി മെഡിസിൻ വിൽ ഡു വണ്ടേഴ്സ്. ഞാൻ 500-ലധികം കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ 100 ചില്ലറ കേസ് ഡിവോഴ്സിന് ആയി പോയിട്ടുണ്ട്. എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അത് അധികവും പ്രണയിച്ച് കല്യാണം കഴിച്ചു വന്നതാണ്. കാരണം പ്രണയിച്ച് കല്യാണം കഴിക്കുന്ന സമയത്ത് അതൊരു വൈകാരിക ബ്രെയിൻ കൊണ്ട് എടുക്കുന്ന തീരുമാനം. കാരണം ഇമോഷണൽ ബ്രെയിൻ കൊണ്ട് പിന്നെ എടുത്ത തീരുമാനം പലപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. റാഷണൽ ബ്രെയിൻ കൊണ്ട് എടുത്ത തീരുമാനം മുന്നോട്ട് പോകും. അത് കൗൺസിലിംഗ് നടത്തിയാലും ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്താലും ഒന്നും വല്ലാണ്ട് മുന്നോട്ട് പോവുകയില്ല. അതുകൊണ്ടാണ് അത്രയും ഫെയിലിയർ വന്നത്, 100 ചില്ലറ ഫെയിലിയർ വന്നത്. മറ്റടുത്ത് ദൈവാനുഗ്രഹം കൊണ്ട് അടുപ്പവും ആ കുടുംബത്തിന്റെ ആ മെസ്സേജും, അവിടെ നമ്മൾ കുടുംബത്തിന് ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഫ്യൂച്ചർ വിഷൻ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ വിഷൻ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതേമാതിരി കോവിഡിന് ശേഷം അതിന് മുന്നേ ഒക്കെ കേരളത്തിലെ വലിയൊരു ട്രെൻഡ് 4-5 ആൾക്കാർ ചേർന്ന് കമ്പനി തുടങ്ങും. പിന്നെ അവർ തമ്മിലെ റിലേഷൻഷിപ്പ് മോശമാവും. കമ്പനി കൂട്ടേണ്ടി വരും. അപ്പൊ അവരും വരും റിലേഷൻഷിപ്പ് തെറാപ്പിക്ക് വരും. അവിടെയും ഹോമിയോപ്പതി മെഡിസിൻ. there also symptom totality. 5 പേരെയും സിംറ്റം ടോട്ടാലിറ്റി അവരോട് കൗൺസിലിങ്ങിനിടെ നമുക്ക് മനസ്സിലാക്കും. 5 പേർക്കും ചെറിയൊരു മെഡിസിൻസ് കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചായ കുടിച്ച് സന്തോഷമായിട്ട് ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കും. ഇതൊന്നും അത്ഭുതങ്ങളൊന്നും അല്ല. നമ്മുടെ മഹാഗുരു സാമുൽ ഹനിമാൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൈൻഡിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കാത്തതും നമ്മളത് സക്സസ്ഫുൾ ആകാത്തതും അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല. ദ പ്രോബ്ലം ഈസ്
ഹോമിയോപ്പതി വിൽ നെവർ ഫെയിൽ, ബട്ട് ഹോമിയോപ്പതി അല്ല പരാജയപ്പെടുന്നത്. അതൊക്കെ ഇവിടെയും ബാധകമാണ്. നമ്മൾ എങ്ങനെ ഇത് പഠിക്കുന്നു, നമ്മൾ എങ്ങനെ ഇത് ചിന്തിച്ചെടുക്കുന്നു, നമ്മൾ ആത്മാർത്ഥമായിട്ട്, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇതിനെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒതന്റിക് ആയിട്ട് പഠിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അൺസയന്റിഫിക് ആണെന്നൊക്കെ പറയും. ഞാൻ ആ സംവാദത്തിലൊന്നും പോവാറില്ല. അതിന് ആക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അതിന് ആക്ഷൻ ഉണ്ട്. സയൻസ് പിന്നെ അതിൽ വിശ്വസിക്കുന്നവരുടെ പ്രശ്നം. ഹോമിയോപ്പതിയിൽ ആക്ഷൻ ഉണ്ട്. അസുഖം കൊടുത്താൽ ഇത്തരം റിലേഷൻഷിപ്പ് കണ്ടീഷൻസിൽ പോലും മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ബട്ട് ഇറ്റ് ഷുഡ് ബി സിമിലിയർ, ഇറ്റ് ഷുഡ് ബി സിമിലിമം. അതിന്റെ കൂടെ നമുക്ക് മറ്റു തെറാപ്പികളൊക്കെ കൊടുത്താൽ ഇതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യുമല്ല ഒരു അമിതമായ വാഗ്ദാനം ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 40 ഒരു 5 മിനിറ്റ് കൂടി ഞാൻ പ്രസന്റ് ചെയ്തതിനു ശേഷം, സത്യത്തിൽ ഞാൻ ഇപ്പൊ തന്നെ സംശയത്തിന് വേണ്ടി മൈക്ക് വിടുന്നു. പക്ഷെ സംശയം ചോദിക്കൂലേ എന്നൊരു പേടി ഇപ്പൊ എനിക്കുണ്ട്. സംശയം ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു നിരാശ ഉണ്ടാവുമല്ലോ. ഓക്കെ, എന്തൊക്കെയാണ് ഇന്നത്തെ ചലഞ്ചസ്? ഫാമിലികൾക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒന്ന്, ലൂസിങ് എക്സാമ്പിൾസ് നഷ്ടപ്പെടുകയാണ്. ചുറ്റുവട്ടത്തിലും നല്ല എക്സാമ്പിൾസ് ഫാമിലികൾക്ക് ഇല്ലാതെ പോവാണ്. അവിടെ ഒന്നും കാണുന്നില്ല, അപ്പുറപ്പുറൊന്നും കാണുന്നില്ല. കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്ക് സത്യത്തിൽ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ തന്നത് എന്റെ ഗ്രാൻഡ് മദറാണ്. മരിച്ചുപോയി. ഗ്രാൻഡ് മദർ കറക്റ്റ് എഡ്യൂക്കേഷൻ തന്നു. ഇപ്പൊ അത്തരത്തിലുള്ള ഗ്രാൻഡ് മദേഴ്സ് ഒന്നും ഇല്ല. പല കുടുംബത്തിൽ ഉള്ളവർ ഭാഗ്യവാന്മാർ, അങ്ങനെ ഗ്രാൻഡ് മദേഴ്സ് ഉള്ളവർ ഭാഗ്യവാന്മാർ. നല്ല ബന്ധങ്ങള് പിന്നെ ഇന്ന് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എക്സാമ്പിൾസ് കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, ലാക്ക് ഓഫ് നോളജ് നല്ലോണം ഉണ്ട്. നമ്മള് ഇന്റർനെറ്റിൽ നിന്നൊക്കെ എല്ലാ നോളജ് ഉണ്ടെന്ന് പറയും. ആവശ്യമുള്ള വിവരം പലർക്കും ഇല്ല. ആവശ്യമുള്ള വിവരങ്ങൾ ഇല്ലാത്ത പ്രശ്നം നന്നായിട്ടുണ്ട്. ലാക്ക് ഓഫ് ഇന്നോവേഷൻ. കുടുംബത്തിൽ ഒരു നവീകരണവും ഇല്ല, ഇന്നും പൂർണ്ണമായി തന്നെ ഇങ്ങനെ പോകും. ഭക്ഷണമൊക്കെ മാറുന്നുണ്ടാവും, ഭക്ഷണം മാറുന്നുണ്ടാവും, പക്ഷെ ആ കുടുംബത്തിന്റെ മാറ്റം വരുത്തേണ്ട പല പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ലവ് ലാംഗ്വേജ് അറിഞ്ഞൂടാത്തവരൊക്കെ കല്യാണം കഴിക്കരുതെന്നാണ് ഞാൻ പറയാം. ഇനി കല്യാണം കഴിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലവ് ലാംഗ്വേജ് വേഗം പോയിട്ട് പഠിച്ചിട്ട് കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ കുടുംബം നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ഇങ്ങനെ പോകുമ്പോഴാണ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവുക. നമുക്ക് നല്ല പിന്നെ എന്താ പറയാ, പ്രാണിക് ഹീലിംഗിലൊക്കെ സ്കാൻ ചെയ്താൽ നല്ല എനർജി ഉണ്ടാവും, ഫാമിലി ഹാപ്പിനെസ്. അല്ലെങ്കിൽ ഫാമിലി കൊയ്ഷ്യന്റ്, IQ എന്നൊക്കെ പറയുന്നത് ഇതിനേക്കാളും അപ്പുറത്ത് FQ, ഫാമിലി കൊയ്ഷ്യന്റ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരും, നമുക്ക് വളർച്ച തരും, ഗ്രോത്ത് തരും. ഓക്കെ, ലാക്ക് ഓഫ് ഫാമിലി മീറ്റിംഗ്സ്. കുടുംബത്തിൽ ചർച്ച നടത്താൻ വേണ്ടി മീറ്റിംഗ്സ് ഇല്ല. ഫാമിലി മീറ്റിംഗ്സ് ഇല്ല. പുറത്തൊക്കെ മീറ്റിങ്ങിന് പോകും, ഫാമിലി മീറ്റിംഗ്സ് കുറഞ്ഞു പോവാണ്. പിന്നെ അതും ഈ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മൂഡ് സ്വിങ്സ്. എത്രയോ ആൾക്കാരെ, നല്ല ക്വാളിഫൈഡ് ആയ ആൾക്കാരെ മെൻസസിന്റെ സമയത്ത് അടികൂടുന്ന പ്രൊഫഷണൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേമാതിരി സൂമിലോ ഗൂഗിൾ മീറ്റിലൊക്കെ ഇരുന്നിട്ട് തങ്ങോട്ട് പഠിപ്പിക്കും. നിങ്ങളെ വൈഫേ ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്, നിങ്ങൾ ആ സമയത്ത് എന്തിനാ അടി ഉണ്ടാക്കുന്നത്? അയ്യോന്റെ ഡോക്ടർ നമ്മുടെ തലയിൽ കൈവച്ച് കരഞ്ഞ പ്രൊഫഷണലായ ആൾക്കാരെ എനിക്കറിയാം. കരഞ്ഞ പ്രൊഫഷണലായ ആൾക്കാർ എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഒരു സ്കൂളിൽ ബോയ്സിന് വേണ്ടി ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് അമ്മയെ സഹായിക്കണം, അടുക്കളയിൽ സഹായിക്കണം. അങ്ങനെ ഞാൻ പ്രോമിസ് എടുപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അമ്മ അമ്പലത്തിൽ പോകുന്നില്ലെങ്കിൽ, എന്ന് അമ്പലത്തിൽ പോകുന്ന അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നില്ല, അമ്മയ്ക്ക് മെൻസസ് ആവാൻ ചാൻസ്. അത് നിസ്കരിക്കുന്ന അമ്മയാണെങ്കിൽ അമ്മ നിസ്കരിക്കാത്ത ദിവസം മെൻസസിന് ചാൻസ്. ഈ കുട്ടി വീട്ടിൽ ചെന്നു, നിസ്കരിക്കാത്ത അമ്മയാണ്, നിസ്കരിക്കുന്നില്ല. അപ്പൊ അടുക്കളയിൽ കയറി സഹായിച്ചു.
25 വർഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പിൾസ് ആണ്. 25 years. ഉപ്പ അത് കണ്ട് ഞെട്ടി. ഉപ്പക്ക് ഇതൊരു ഷോക്കിംഗ് ആയി. നീ എന്താണ് ഇങ്ങനെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ കളിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ഇന്ന് സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. സാറ് എനിക്ക് എന്നോട് ഒരു പ്രോമിസ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രോമിസ് ചെയ്തിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ ഉമ്മക്ക് മെൻസസ് ആണെന്ന് മനസ്സിലായി, നമസ്കരിക്കുന്നില്ല. ഉപ്പ ഞെട്ടി. മുപ്പരും അടുക്കളയിൽ കയറി സഹായിച്ചു. ഈ സഹായിച്ച ദിവസം രാത്രിയിൽ ഈ ഫാമിലി എന്നെ വിളിക്കുന്നു. അപ്പോ എന്നോട് ചാറ്റ് ചെയ്ത് പറഞ്ഞ് നമ്മൾ വീഡിയോ കോളിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. സത്യത്തിൽ കരഞ്ഞുകൊണ്ട് ആ ഫാമിലി എന്നോട് സന്തോഷത്തോടുള്ള കരച്ചിലായി. സത്യത്തിൽ ഡോക്ടർമാരൊന്നും പറയുന്നുണ്ടല്ലോ, കരച്ചിലും സന്തോഷം കൊണ്ടുള്ള കരച്ചിലും കാണുമ്പോഴാണ് നമ്മൾ റിയൽ മീനിങ് ഡോക്ടറായി മാറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറും കരച്ചിൽ കണ്ടപ്പോൾ വി മസ്റ്റ് ബി ഏബിൾ ടു സീ ദാറ്റ് ക്രൈ ഓഫ് എക്സൈറ്റ്മെന്റ്, ജോയ്, അങ്ങനെയൊക്കെയുള്ള സന്തോഷത്തിന്റെ കണ്ണീര് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി സാധിച്ചു. ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പ് ലിറ്ററസി ഒരു ആക്ഷൻ പ്ലാൻ ആയിട്ട്, സോഷ്യൽ ആക്ഷൻ പ്ലാൻ ആയി സ്വീകരിച്ചുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇനി ഞാൻ വളരെ ടൈമിന്റെ കാര്യത്തിൽ വളരെ ഷാർപ്പാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് ചോദ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ്. ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ ക്ലാസ് അവസാനിപ്പിക്കും. ദാറ്റ് ഇസ് മൈ ഹംബിൾ പോളിസി. ഏതായാലും നല്ല ഉത്തേജനം നൽകുന്ന ഒരു ക്ലാസ്സാണ് സാറിൽ നിന്ന്, ഡോക്ടറിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ചോദ്യം ചോദിക്കാൻ ഒട്ടും പുറകോട്ടല്ല നമ്മളുടെ ഡോക്ടേഴ്സ്. അതുകൊണ്ട് എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായിട്ട് എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്യണം. ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. കരയാത്ത കുഞ്ഞിന് പാല് കിട്ടരുത് എന്നുള്ളതാണ് എന്റെ പോളിസി. സ്ലൈഡൊക്കെ നിർത്തി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു ക്ലാസ് പറയാം. ഒരു ക്ലാസ് നമ്മൾ എവിടെ എത്തും. ഓക്കെ, ഡോക്ടർ, മൈ സീനിയർ ഡോക്ടർ, കമോൺ ഡോക്ടർ, ചോദിച്ചോ. ഡോക്ടറെ, വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. കാരണം ഇതിനകത്ത് ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിസന്ധികളാണ് നേരിടുന്നുള്ളത്, അത് എങ്ങനെ പരിഹരിക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലോട്ട് ഡോക്ടർ ഡെപ്തിൽ പോകുന്നതിന് പകരം വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഈ പ്രസന്റേഷന്റെ ഏറ്റവും വലിയൊരു. ഇപ്പൊ ഒരു ഡോക്ടറുടെ ഗ്രാൻഡ് മായുടെ കാര്യം, ഡോക്ടർക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള കാര്യവും ശരിയാണ്. ഓരോരുത്തർക്കും ഇതുപോലെ പരിസരത്ത് ഏറ്റവും വേണ്ടപ്പെട്ട പല ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളത് കാണുന്നില്ല. നമ്മൾ ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഓട്ടമാണ്. ഓടി ഓടി എങ്ങും എത്താതെ അവസാനം ആൾക്കാരുടെ പ്രാഗ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? സത്യത്തിൽ ഡോക്ടർ എന്ന് വെച്ചാൽ തന്നെ അതിന്റെ അർത്ഥം സത്യത്തില് പിന്നെ നല്ല കാറിൽ സ്റ്റാറ്റസ് പോകുന്ന ആള് നല്ല. ശരിക്കും അതിന്റെ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം ജനങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ് ഡോസിറൻ. ഡോസിറൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഡോക്ടർ ഉണ്ടായത്. അപ്പോ നമ്മളൊക്കെ ചികിത്സിക്കുകയും ആൾക്കാർക്ക് കറക്റ്റായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ കൂട്ടത്തിൽ ദൈവം സഹായിച്ചിട്ട് ഞാൻ അന്വേഷിച്ചത് ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ വഴികളാണ് പിന്നെ മാരേജ് ലൈഫിന് മുന്നുള്ള എഡ്യൂക്കേഷനിലേക്ക് ഇടപെടുക. എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഗവൺമെന്റ് ഫാക്കൽറ്റി ആവാൻ പറ്റി. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാനൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇയറിൽ എനിക്ക് ഒരു 25,000 +1 സ്റ്റുഡൻസിന് സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് ഞാൻ കൊടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പൊ അതിൽ പങ്കെടുത്ത കുട്ടികൾ എന്നോട് പറഞ്ഞൊരു വിഷയം, ഈ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് ദിസ് എ ക്ലാസ് ഫ്രം ഷൈനസ് ടു റെസ്പോൺസിബിലിറ്റി. ഷൈനസ് ടു റെസ്പോൺസിബിലിറ്റി. ഒരു പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവിന്റെ മകളാണ്, അതിന്റെ പേരും ഞാൻ പറയുന്നത്. ക്ലാസ്സിന് ടാഗ് ലൈൻ. അങ്ങനെ നമ്മൾ റാഷണൽ ആയിട്ട് കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴും തിരുത്താൻ ന്യൂജൻ തയ്യാറാണ്. ഒരു പിന്നെന്താ പറയാ, പിന്നെ നിർത്തിയിട്ടൊന്നുമില്ല. നല്ല അറിവ് കൊടുത്താൽ അവർ തിരുത്തും, നല്ല കുടുംബബന്ധം കൊണ്ടുവരും. ഇപ്പോഴും നന്നാക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് നന്നാവാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മളെടുത്ത് ഒരു പേഷ്യന്റ് വരുന്നു, ആ പേഷ്യന്റ് ഡിവോഴ്സ് ആയാൽ ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർ പ്രത്യേകിച്ച് ഉത്തരവാദിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ നിങ്ങളൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഒരു മരുന്ന് കൊടുത്തൊരു രോഗം മാറ്റുക മാത്രമല്ല, ഒരു ഫാമിലിയിലെ പ്രശ്നങ്ങൾ
നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു കേസ് എടുക്കുമ്പോൾ തന്നെ വരും. അപ്പൊ ആ ഓരോ യെസ് പ്രശ്നത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇടപെടും. അതാണ് യെസ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ ഏറ്റവും കൂടുതൽ യെസ് ജനകീയനാകുന്നതിന്റെ ഒരു കാരണം തന്നെ. ഓക്കെ. അത് പെട്ടെന്ന് വെറും ഒരു കേസ് ടേക്കിങ്ങിൽ ഒരു ഉപദേശമായി നിൽക്കരുത്. കാരണം ഉപദേശം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഉപദേശാസമൊക്കെ കൂടുക ചെയ്യാം, അറിയാലോ, അങ്ങോട്ട് കൂടും, ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ അത് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് പഠിച്ച് എന്താണ് ആ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കൗൺസിലിംഗിലേക്ക് വരുമ്പോൾ പല പിന്നെ ചില ഡോക്ടർമാരൊക്കെ ഉണ്ട് കൗൺസിലിംഗിന്റെ ബോർഡും കൂടി വെക്കും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആകെ നടക്കുന്ന ഈ ടോക്ക് തെറാപ്പിയാണ്. ടോക്ക് തെറാപ്പി മീൻസ് ഏതാണ്ട് 19 തരം പിന്നെ കൗൺസിലിംഗ് നടത്താൻ വേണ്ടിയുള്ള 19ഓളം സ്കൂളുണ്ട്. അതില് ഏറ്റവും പറയാ പിന്നെന്താ പറയാ എഫക്റ്റ് കുറഞ്ഞ ഒരു സ്കൂൾ മാത്രമാണ് ഈ ടോക്ക് തെറാപ്പി. ടോക്ക് തെറാപ്പി ഇസ് നോട്ട് അറ്റ് ഓൾ കൗൺസിലിംഗ്. അങ്ങനെ ടോക്ക് തെറാപ്പിയിൽ നിർത്താതെ നമ്മളെ കൗൺസിലിംഗ് കൊടുത്ത് നമ്മൾ, അല്ലെങ്കിൽ നമുക്കത് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുക, കൗൺസിലിങ്ങിന് വേറെ പിന്നെ എങ്ങോട്ടെങ്കിലും വിടുക, അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് വെരി എഫക്റ്റീവ് മെഷേഴ്സ്. വളരെ വളരെ എഫക്റ്റീവ് ആയ ഒരു മെഷേഴ്സാണ്. ഞാനത് ധാരാളം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യാനുണ്ടാവും. അങ്ങനെ ചെയ്ത് പിന്നെ ഒരു പിന്നെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെ നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളടുത്ത് വിടുക. അങ്ങനെ കൊളാബറേഷനിലൂടെയാണ് നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പലതും പരിഹരിക്കാൻ വേണ്ടി പറ്റുക. അതേ കൊളാബറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മാത്രം പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പൊ നമ്മുടെ സിസ്റ്റങ്ങളിൽ തന്നെ ഈ അതെ പറഞ്ഞ അതെ ഹോമിയോപ്പതി ക്ലിനിക്കുകൾ ഇതെല്ലാം ഉണ്ട്. കാരണം പണ്ടത്തെ പോലെ നമ്മൾ മരുന്ന് കൊടുക്കുക മാത്രമല്ല, മരുന്ന് കൊടുക്കുകയും ഇങ്ങനെ വേണ്ട ഉപദേശം, നിങ്ങൾ യോഗ ചെയ്യേണ്ടവരാണെങ്കിൽ യോഗ ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ കൗൺസിലിംഗ് വേണ്ടവരാണെങ്കിൽ അങ്ങനെ ആ യെസ് രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിൽ പോലും വന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ യെസ് ഡോക്ടർമാർ നമ്മൾ ഈ പറഞ്ഞ പോലെ മരുന്ന് കൊടുക്കേണ്ടിടത്ത് മരുന്ന് കൊടുക്കുകയും ഉപദേശത്തിന് പറ്റിയ അവർക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞ് നമ്മള് ഇപ്പം അവിയൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ അവിയൽ കഴിപ്പിക്കുകയും എന്നാൽ സാമ്പാർ മോഹമുള്ള ആൾക്ക് സാമ്പാർ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അതല്ല വേണ്ടത്. ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവും. യെസ് യെസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഡോക്ടർ, അതിന്റെ ഇടയിൽ ഒരു ഡോക്ടറുടെ ഒരു ചോദ്യം വന്നിട്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട്, ഐ തിങ്ക് egoism and selfishness are the major villain in today's society. Can we correct this only with constitutional medicines? Please discuss medicines that help you in more such cases. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈഗോട്ടിസം സെൽഫിഷ്നസ് ഒന്നും ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊണ്ട് മാജിക് ബുള്ളറ്റിൽ മാറ്റാൻ പറ്റുന്നു പറഞ്ഞിട്ടേ അല്ല. അതിന് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണം, അറിവ് വേണം, മനസ്സിലാക്കൽ വേണം, ഇതൊക്കെ വേണം. തെറാപ്പികളിൽ പോലും ചിലപ്പോൾ വേണ്ടി വരും. അപ്പോ പിന്നെ അത് പിന്നെ എന്താ പറയാ ആ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ചിലപ്പോൾ മെഡിസിൻസ് ഫോർ എക്സാമ്പിൾ ലൈക്ക് പ്ലാറ്റിന, സെപ്പിയ, ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ വരും. ആ മെഡിസിൻസും നമ്മൾ പിന്നെ ആളെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് സെലക്ട് ചെയ്ത് മെഡിസിൻ ഒരു ചെറിയ റൂൾ എടുക്കും. ബാക്കി എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഒരുപാട് പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. നല്ല ഈഗോ ഉള്ള, അടിപൊളി ഈഗോ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ നന്നായിട്ട് നൈസാക്കിയിട്ട് പിന്നെ എന്താ പറയാ ഉഷാറാക്കി നല്ല ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈഗോ ഉള്ളവർക്ക് ഈഗോ കുറയുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് TA ആണ്, ട്രാൻസാക്ഷണൽ അനാലിസിസ്. അതിന്റെ ടെക്നിക്സ് വളരെയധികം വർക്ക് ചെയ്യും. പിന്നെ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അത് നല്ല വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം SFBT മീൻസ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പി. ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഇത്തരം കേസുകൾ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ആ റിലേഷൻഷിപ്പ് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ഭാവി തലമുറയുടെ അവകാശമാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ വേറെ ലൈഫൊക്കെ കിട്ടും. കുട്ടികൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സെൻട്രൽ ജയിലിലൊക്കെ ഇൻമേറ്റ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചത്, ആ കുട്ടികൾ ഒന്നുകിൽ പഠനവൈകല്യമുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് പാരന്റ്സിന്റെ കുട്ടികളാണ്. ഇത് രണ്ടും പ്രശ്നമാണ്. ഒരു സോഷ്യൽ ഇഷ്യൂസ് ആയിട്ട് ഇത് വരും. അതുകൊണ്ട് ആ ലെവലിൽ തന്നെ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം, ആഗ്രഹിക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഹോമിയോപ്പതി ഡോക്ടർ BHMS നിർത്തുന്നതാണ് പ്രശ്നം, അല്ല MDയിൽ നിർത്തുന്നതാണ് പ്രശ്നം. അതുകൊണ്ടൊന്നും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് മൈക്രോ സ്പെഷ്യലൈസേഷൻ വേണ്ടി വരും. നമ്മളൊരു 10,000 മണിക്കൂർ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മളിൽ മാസ്റ്റർ ആവുക. 10,000 മണിക്കൂർ വേണം ഒന്നിൽ ഫോക്കസ് ആവാൻ. അങ്ങനെ നമ്മൾ ഫോക്കസ് ആയാൽ പിന്നെ
അതിന് ഇന്നത്തെ തലമുറന്റെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, പലരും വീഡിയോ ഫോക്കസ്ഡ് ആണ്. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം ഇതായിട്ടൊരു സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വീഡിയോ നല്ലതായിരിക്കും ചിലപ്പോൾ, പക്ഷെ അവകാശവാദങ്ങളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് എന്റെ ഉള്ളിൽ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ മെഡിക്കൽ കൗൺസിലൊക്കെ നിരോധിച്ചൂടാ ഇല്ല എന്നുള്ളതാണ്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ടിലൊക്കെ വരുന്ന രീതിയിൽ അതിന്റെ പരിധിയിൽ പോലും വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല ആൾക്കാരും. പിന്നെ എന്താ പറയാ, വീഡിയോസ് കണ്ടിട്ട് ചിലർക്ക് ഭ്രാന്താവുന്നു, ചിലർക്ക് അസുഖം കൂടുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ പറയുന്നത് പിന്നെ മൊബൈൽ അഡിക്ഷൻ ഡിസോർഡർ ഒരു ഭ്രാന്താന്നാ പറയുന്നത്. അപ്പോ എന്താ പറയാ, ആ മൊബൈൽ അഡിക്ഷൻ ഒക്കെ പിന്നെ അതിലൂടെ ഒക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ചികിത്സിക്കുന്നതും എന്താ പറയാ തീരുമാനം എടുക്കുന്നതും ഒക്കെ വലിയ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 7 more minutes. ഞാൻ 10 മണിക്ക് ഷാർപ്പ് നിർത്തും. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇനി നമുക്ക് 6 മിനിറ്റ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് 6 മിനിറ്റ്. ഇത് ഇവിടെയൊക്കെ സംശയം ചോദിച്ചാല് പിന്നെ ചെലവില്ലാണ്ട് ചോദിക്കാം. ക്ലിനിക്കിലൊന്ന് സംശയം ചോദിച്ചാല് എനിക്ക് ചാർജ് ചെയ്യാൻ ഒരു മടിയില്ല. എവറിഥിങ് ഈസ് പ്രൊഫഷണൽ, പക്ക പ്രൊഫഷണൽ, ബട്ട് സിൻസിയറിറ്റി ഈസ് ദർ. പ്രൊഫഷണൽ ബട്ട് സിൻസിയർ. ഫോൺ നമ്പർ, ഓക്കെ, ഫോൺ നമ്പർ എന്റെ സ്ലൈഡിന്റെ ലാസ്റ്റ് സ്ലൈഡ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നമ്പർ എല്ലാവർക്കും കിട്ടിക്കോളും. ദാറ്റ് വുഡ് ബി നൈസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ചർച്ച ചെയ്യുന്നില്ലെന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലുക്കും കിട്ടും. ഓക്കെ, ഒക്കെ പറയാനുള്ളതാണ്, വേറെ ദിവസം പറയാം. ഓക്കെ, ഫോൺ നമ്പർ അവിടെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ ഉണ്ട്, യൂട്യൂബ് അവിടെ ഉണ്ട്, എല്ലാ ലിങ്കുകളും അവിടെ ഉണ്ട്. ഓക്കെ, ഒരാൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ നോട്ട് ചെയ്യേണ്ടവരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ പിന്നെ വീഡിയോ റെക്കോർഡ് ഒന്നുകൂടി കണ്ടാൽ മതി, അപ്പൊ കിട്ടുകയും ചെയ്യാം. നാളെ തന്നെ ഇതിന്റെ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് മൈ നമ്പർ. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട് എന്നല്ല. ചോദിച്ചത് അഗെയിൻ ടെസി മാം ആണ് ചോദിച്ചത്. താങ്ക് യു സോ മച്ച്. ഓരോ ചോദ്യങ്ങളും ഭയങ്കര എന്താ പറയാ ആൾക്കാർക്ക് വിവരം കൊടുക്കുന്ന, അറിവ് കൊടുക്കുന്നത്. അപ്പോ ഇസ്ലാമിക് പോളിസിയിൽ ഒരു വാക്കുണ്ട്, നല്ല ചോദ്യം ഈ വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് പറയാൻ. അതേമാതിരി ഈ ടെസി മാം ചോദിച്ച ഈ ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ശരിക്കും ഈ ക്ലാസ് കേട്ടാല് സത്യത്തിൽ നിങ്ങളുടെ ഒക്കെ എന്താ പറയാ സന്തോഷത്തിന്റെ ഹോർമോൺസ് ഒക്കെ കൂടുന്നുണ്ടാവും. ഡോപാമിൻ കൂടും, ഓക്സിറ്റോസിൻ കൂടും, സെറട്ടോണിൻ കൂടും, എൻഡോർഫിൻ ചിലപ്പോൾ കൂടും. അത് എക്സസൈസ് ചെയ്താലേ കൂടും. കാരണം സന്തോഷാണ്. സത്യത്തില് ഈ ചിരിച്ചോണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിരിച്ചില്ലെങ്കിൽ, ചിരിച്ചോണ്ട് എടുക്കാൻ പറ്റില്ല ക്ലാസ് എടുക്കരുത് എന്നുള്ളതാണ് ഞാൻ മെഡിറ്റേഷൻ പഠിച്ചൊരു പോളിസി. ചിരിക്കുമ്പോഴാണ് അത് പിന്നെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും. ചിരിക്കുമ്പോൾ മറ്റുള്ളവരും ചിരിക്കും, അപ്പൊ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും. നല്ലൊരു ലിങ്ക് ഉണ്ടാവും. ഈ ക്ലാസ് ആത്മാർത്ഥമായിട്ട് കേട്ട ആൾക്കാർക്ക് ഒരിക്കലും ഈ ക്ലാസ്സും ഈ അനുഭവങ്ങളും മറക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും സാധിക്കില്ല അത്. കാരണം അതങ്ങനെ എന്താ പറയാ നമ്മളൊക്കെ ഗുരുക്കന്മാരുടെ പിന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇപ്പോ എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് മാസ്റ്റർ ചോക്സിന്റെ ഗുരുവാണ്. ആ ഗുരുവിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഞാനൊരു പാരന്റിങ് ക്ലാസ് എടുത്ത സമയത്ത് ഒരിക്കല് പിന്നെ ഒരു പാരന്റ്, ഒരു എഞ്ചിനീയർ വന്നിട്ട് കരയായിരുന്നു. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഒരുപാട് തെറ്റുപറ്റി. ഞാൻ പറഞ്ഞു, യു ആർ ഗോയിങ് ടു ദ ബെസ്റ്റ് പാരന്റ്. കാരണം യു ഹാവ് ദ അവയർനെസ്. അവയർനെസ് ഈസ് ദ ബെസ്റ്റ് ടൂൾ ഓഫ് ചേഞ്ചിങ് തിങ്സ്. അതാണ് എന്റെ ഒരു കാര്യം. അപ്പൊ ജസ്റ്റ് 3 more minutes, എണ്ണപ്പെട്ട 180 സെക്കൻഡ് മാത്രം. ആരാണ് ചോദ്യം ചോദിക്കുന്ന നല്ല ഡോക്ടർ ആരാന്ന് നോക്കട്ടെ. ഇതിപ്പം പിന്നെ നല്ല കുറച്ച് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ പിന്നെ IPHFന്റെ ഈ ക്ലാസ്സിനോട് ചെറിയൊരു പിണക്കുള്ളത്. ഇത്ര ചോദ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ
ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടില്ല എന്നൊക്കെ വരും. ഇല്ല ഡോക്ടറെ, ചോദ്യങ്ങൾ ചോദ്യം വരുന്നില്ല. ഇതിപ്പോ നമുക്ക് തുടക്കം മാത്രല്ലേ ആയുള്ളൂ. വലിയൊരു സമുദ്രത്തിന്റെ ഒരറ്റത്ത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. തുടക്കത്തിന് തന്നെ നല്ല ചോദ്യങ്ങൾ വരണ്ടേ? നമുക്ക് സമയക്കുറവ് ഉള്ളത് ഓക്കെ, കൊണ്ട് നമുക്ക് നന്ദി പറയുന്നതിന് എനിക്ക് അബ്ദുൽ സലാം സമയക്കുറവൊന്നുമില്ല. രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് കാത്തിക്കാം, എന്നിട്ട് നമുക്ക് നന്ദി പറയാം. 10 മണി ആവട്ടെ. കാരണം ഇതൊക്കെ ഒരു പ്രോമിസാണ്. ഒരു പ്രോമിസാണ് നമ്മൾ 10 മണി വരെ കൊടുത്തത്. വി ഷുഡ് കീപ് ടിൽ 10 PM. അതിന്റെ അടുത്ത് ആരെങ്കിലും നല്ലൊരു ചോദ്യം ചോദിച്ചാലോ? നമ്മുടെ ഇവിടെ എന്താ പറയാ, നല്ലൊരു ചോദ്യം ഷമീല KH ആണ് ചോദിച്ചത്. ഷമീല KH ആണ് നമ്മൾ മറുപടി പറഞ്ഞത്. അതേമാതിരി ചോദ്യങ്ങൾ ചോദിച്ചാലോ? ഇറ്റ്സ് എ ചാൻസ് ഫോർ എവറിഥിങ്. How to improve love language to become a good partner? Oh, that's awesome question. Attend the next class. ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കടലാണ്. വളരെ വലിയൊരു കടലാണ്. അപ്പോ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. അത് ചുരുക്കി പറഞ്ഞാൽ എവിടെ എത്തൂല. ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഇറ്റ്സ് ആൻ ഓക്സിജൻ ഓഫ് റിലേഷൻഷിപ്പ്, ഓക്സിജൻ ഓഫ് ഫാമിലി റിലേഷൻഷിപ്പ്. That is what is called love language. Without that oxygen, family life will die. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ടീനേജ് ഞാൻ വായിക്കാം. How can we build good relationship with the teenage children? Okay, that's again a big question. അതാണ് ടീനേജ് എന്ന് പറയുന്നത് സത്യത്തില് ടീനേജിന്റെ വിഷയത്തില് എത്ര പാരന്റ്സ് ഉണ്ട് തന്റെ കൗമാരക്കാരി പ്രായത്തിലെത്തുന്ന മുന്നേ ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്ത് എത്ര പാരന്റ്സ് ഉണ്ട്? ആ പാരന്റ്സിന് ടീനേജറുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും, അല്ലെ കാര്യം പോക്കാം. ടു ബി വെരി ഓണസ്റ്റ്, വളരെ കൃത്യമായിട്ട് അത് പാരന്റ്സിന് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ടീനേജേഴ്സിനെ, ബാക്കി എല്ലാ കാര്യങ്ങളും ടീനേജേഴ്സിന് പല ഉറവിടങ്ങളും ഉണ്ട്. ഇത് ആദ്യമായി ആധികാരികമായി ഒതന്റിക് ആയിട്ട് കൊടുക്കേണ്ടത് പാരന്റ്സ് ആണ്. ഇഫ് ദ പാരന്റ്സ് ഇസ് ഏബിൾ ടു ഡു ദാറ്റ്, പാരന്റ്സും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം നല്ല സിമന്റ് ബന്ധമായി മാറും. അതാണ് ഒരു പോയിന്റ്. ബാക്കി പോയിന്റ് ആവശ്യത്തിൽ മാത്രം നമുക്കൊരു സെഷൻ എടുക്കാം. ദാറ്റ് വുഡ് ബി നൈസ്. അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ നടത്തുന്ന ഫാമിലി ഹാപ്പിനെസ് പ്രോഗ്രാമിൽ ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, കൊണ്ടോട്ടി വെച്ചിട്ടാ. Next question, last question. This is last question. Do you think there is relation with hormonal imbalance and behavioral disorders in teenagers? ഇതൊക്കെ ഉണ്ട്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, പിന്നെ ഫുഡിന്റെ പ്രശ്നങ്ങളുണ്ട്, ചിക്കൻ മാന്തി, ചിക്കൻ കേടായി, ചിക്കൻ ശവം, ഇതൊക്കെ കുട്ടികൾക്ക് കണ്ടമാനം കൊടുത്താൽ കുട്ടികളെ എല്ലാ ബാലൻസും തെറ്റും. ഫുഡിന്റെ പ്രശ്നമുണ്ട്, വ്യായാമത്തിന്റെ പ്രശ്നമുണ്ട്, പിന്നെ ഫാമിലിക്ക് ഒരു മൊബൈൽ കൾച്ചർ ഇല്ലാത്ത പ്രശ്നമുണ്ട്. ഈച്ച് ഫാമിലി നീഡ് എ മൊബൈൽ കൾച്ചർ. ഇപ്പൊ ജപ്പാനിലൊക്കെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ അതൊക്കെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മൊബൈലാണ്. അപ്പോ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഫുഡ്, ഇതിലൊക്കെ തിരുത്തൽ വരുത്തിയാലേ, ഒരു മുച്ചൂട് തിരുത്തിയാലേ ടീനേജേഴ്സിനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടി സാധിക്കൂ. ടീനേജേഴ്സ് ഹെൽത്തി അല്ലാതാവുന്ന സമയത്ത് നാളത്തെ ജനറേഷനും താളം തെറ്റും. അവിടെ മുതൽക്കാണ് നമ്മൾ തുടങ്ങേണ്ടത്. ടീനേജേഴ്സ് മുതൽ ഹെൽത്ത്, നല്ല ഫുഡ്, ഹെൽത്തി ആയിട്ട് വന്നിട്ട് അവർക്ക് പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് അവരെ നല്ല കുട്ടികളാക്കി മാറ്റിയാലേ നമ്മളെ സോഷ്യൽ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഡിറ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. പിന്നീട് അതിനുവേണ്ടി നമ്മൾ ഡോക്ടർമാരുണ്ട് ഇവിടെ. സോഷ്യൽ എഡിറ്റിംഗ് ഒക്കെ ഡോക്ടർമാർക്ക് വളരെ കൂടി എളുപ്പമാണ്. സോഷ്യൽ ഓഡിറ്റിംഗ് അല്ല, സോഷ്യൽ എഡിറ്റിംഗ്. അപ്പോ ഇങ്ങനൊരു അവസരം തന്നതിന് IPHFന്റെ ഭാരവാഹികളോട്, എന്റെ സുഹൃത്തു കൂടിയായ അബ്ദുസ്സലാം സാറിനോട് പ്രത്യേകമായ. സലാം സാർ എന്റെ കൂടെ ഇങ്ങനെ കുറെ കാലമായിട്ട്, എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഓൺലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ കൗൺസിലിംഗ് ഞാൻ എടുക്കാറ്. ദാറ്റ്സ് ഓക്കെ. അത് അതിന്റെ ശേഷം പിന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല, ചോദ്യങ്ങളൊന്നും പ്രശ്നമില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കുറയുന്ന ക്ലാസ്സിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടുള്ള പ്രശ്നം, ധാരാളം ചോദ്യങ്ങൾ വേണം എനിക്ക്. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടായാലേ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ മിനിമം ഒരു 25 ക്വസ്റ്റ്യൻസ് എങ്കിലും. ആള് കുറയുന്നൊന്നും എനിക്ക് പ്രശ്നമില്ല, 5 ആളായാലും കേട്ടാൽ 5 പേര്
ഒരാൾ 5 ചോദ്യം വെച്ചിട്ട് ചോദിക്കും. ക്യാമറ ഓൺ ആക്കി കൂടി ചെയ്താൽ വളരെ സന്തോഷമായി. ഞാൻ ഇടയ്ക്ക് യു എസിലെ സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അവരൊക്കെ ഫുൾ ക്യാമറ ഓൺ ചെയ്തിട്ടായിരിക്കും. കാരണം ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ ഫുൾ കാര്യങ്ങൾ നമുക്കൊരു ലൈവ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിന്റെ നല്ല എഫക്റ്റിൽ കിട്ടും. അപ്പൊ അധികമൊന്നും സമയം എടുക്കുന്നില്ല. 3 മിനിറ്റ് അധികം എടുത്തതിന് സോറി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓവർ ടു ദ കോർഡിനേറ്റർ. അബ്ദുൽ സലാം സാറിനെ തന്നെ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അബ്ദുൽ സലാം സാർ. എല്ലാവർക്കും ഈ പരിപാടിയിൽ വളരെ ആദ്യം മുതൽ അവസാനം വരെ ഒരാൾ ഒഴിഞ്ഞു പോകാതെ ഇരുന്നു. മറ്റൊന്ന്, ഡോക്ടറോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എനിക്ക് തോന്നുന്നത് അവർക്കൊന്നും ചോദ്യങ്ങൾ ഇല്ലായിട്ടില്ല, ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ എന്ന് സംശയമുണ്ട്. സാധാരണ നമ്മൾ എല്ലാവർക്കും ഓപ്പൺ ആക്കി കൊടുക്കാറില്ല. അവർ ഹാൻഡ് റൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാറ്. ഇനി അടുത്ത ഒരു സെഷന് നമുക്ക് ദൈവം സഹായിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഒന്നിച്ച് ഓപ്പൺ ആക്കി കൊടുക്കാം, എന്നിട്ട് തുടർന്ന് ചെയ്യാം. എല്ലാവരും ഒരുങ്ങി വന്നു. ക്വസ്റ്റ്യൻസ് സാധാരണ ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോ എല്ലാവരും അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും എന്നുള്ളതില്ല. എല്ലാവർക്കും എനിക്ക് സംശയം തോന്നുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ തടിക്ക് പിടിക്കുക എന്നുള്ള സൈക്കോളജി ആണല്ലോ. അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല, വളരെ സന്തോഷം. ഡോക്ടർ അബ്ദുൽകുട്ടി പറഞ്ഞ പോലെ ഒരു വർഷത്തോളമായി ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയും ഒരു കോളേജിലെ പരിപാടിക്കാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. അങ്ങനെ അന്ന് പറഞ്ഞു വെച്ചത് ഇപ്പൊ രണ്ടാമത് എല്ലാവരും അവരുടെ കോളേജിൽ എല്ലാവരും എടുത്തപ്പോഴേ ഞാൻ വീണ്ടും ഒന്ന് റിമൈൻ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ക്ലാസ് എടുക്കാം എന്ന് പറയുകയും, കാരണം ഈ ക്ലാസ് എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്കിലും നമ്മുടെ ഹോമിയോപ്പതി ഫ്രിറ്റേണിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ലേ ഇത്, നമുക്ക് പുറത്തൊരാൾക്കില്ല. നമ്മൾ അപ്പൊ നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനത്തെ ക്ലാസ് എടുക്കാറുള്ളൂ കേട്ടോ. ക്യാഷ് വെച്ചിട്ടുള്ള ക്ലാസ് മാത്രമേ ഡോക്ടർ എടുക്കാറുള്ളൂ, ഫ്രീ എടുക്കാറില്ല എന്ന് പ്രത്യേകം എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ തയ്യാറെടുക്കുക. ആ പൈസയുടെ അല്ല പ്രശ്നം, നമുക്ക് ഈ ഒരു ഇതുണ്ട്, നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ. അപ്പൊ അതുകൊണ്ട് ഇനി എല്ലാവരും ഇതിൽ സന്നിഹിതരായ എല്ലാവരും ആവുന്നത്ര ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള എല്ലാ ഏർപ്പാടോടി വരണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നന്ദി പറയുന്നതിന് മുമ്പായിട്ട് അടുത്ത 16/6 നെക്സ്റ്റ് മന്ത് 16-ാം തീയതി ഡോക്ടറുടെ ഇംഗ്ലീഷ് ക്ലാസ് കൂടി ഉണ്ട്. അത് ഇപ്പൊ ഫിക്സ് ചെയ്തതാണ് നമ്മൾ. അതിനും കൂടി പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കാം. ഏതായാലും ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തി തരികയും അതുപോലെ തന്നെ സന്തോഷപൂർവ്വം എന്താണ് എല്ലാവർക്കും ഹാപ്പിനെസ് എന്താണെന്ന് പറഞ്ഞു. ഇത് ഡോക്ടർക്ക് ഇതൊക്കെ ചിഹ്ന സാധാരണ പോലെ ചിഹ്നയാണ്. പക്ഷെ നമുക്ക് വലിയ വെടിക്കെട്ടുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഡോക്ടറുടെ. അത് നമുക്ക് എല്ലാവരും കാത്തിരിക്കാം. ഇനിയും ഇതിലുള്ള ആളുകൾ മാക്സിമം ചോദ്യം ചോദിക്കാനും ഇതിൽ പങ്കെടുക്കാനും സജീവമായി പങ്കെടുക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അബ്ദുൽകുട്ടി ഡോക്ടർക്കും ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ബാക്കി എല്ലാവർക്കും പ്രത്യേകം എന്റെയും IFPHന്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. താങ്ക്സ്. നന്ദി സാറേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ AP അബ്ദുല്ലക്കുട്ടി ഡോക്ടറെ ഞങ്ങൾക്ക് ഈ സൂമിലേക്ക് വരുത്തി തന്ന അബ്ദുൽ സലാം ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ വിചാരിക്കുന്നത് പോലെ ആരും ഒന്നും ചോദിക്കാഞ്ഞിട്ടല്ല. ഇനി ഞങ്ങൾക്ക് എല്ലാവരും സ്തംഭിച്ചിരിക്കുകയാണ്. സാറിന്റെ ഡോക്ടറുടെ ഈ ക്ലാസ്സിൽ അത്രയ്ക്ക് നല്ലൊരു ക്ലാസ്സാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്, ചോദിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ മുന്നോട്ട് ഡോക്ടർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കണം, കൂടുതൽ അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരണം. ഇനിയും തീർച്ചയായിട്ടും ഞങ്ങളോട് കൂടെ എത്തണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ഈ 1357-ാം സൂം ഇത്രയും നല്ല രീതിയിൽ നടത്തി തന്ന AP അബ്ദുല്ലക്കുട്ടി ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനിയും എത്രയും വേഗം ഡോക്ടർ ക്ലാസ് എടുക്കാൻ വരണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടെ അപേക്ഷിക്കട്ടെ. അങ്ങനെ ഇന്ന് നമ്മളുടെ ഈ സൂം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. വെരി ഗുഡ്.